പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മിത്ര ഡെബിയുടെ കവിളിൽ അമർത്തിപ്പിടിച്ച ആവേശത്തോട് അവൻ്റെ ഇരു ചുണ്ടുകളും കടിച്ചു പിടിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നതും ഡെബിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. പതിയെ ഡെബിയുടെ കവിളിലുള്ള മിത്രയുടെ വലം കൈ എഴിഞ്ഞു വന്ന് ഡെബിയുടെ നെഞ്ചിൽ വന്ന് നിന്ന് പതിയെ അവിടെ തലോടാൻ തുടങ്ങിയതും ഡെബി വേഗം അവളുടെ കൈകൾ തടഞ്ഞു വെച്ചു. സമയം കടന്നു പോകും തോറും പതിയെ തുടങ്ങിയ ചുംബനം വന്യമായി തുടങ്ങി. ഡെബിയുടെ കൈകൾ അവളുടെ മുടിയിലെത്തി നിന്നതും തോർത്തിൽ കെട്ടിവെച്ച് അവളുടെ മുടികൾ അടിഞ്ഞു വീണു. ചുംബനത്തിനൊപ്പം ഇരുവരുടെയും ഉമിനീരുകൾ പരസ്പരം കൂടിക്കലർന്ന് നാവുകൾ തമ്മിൽ കുരുത്തു വിളിച്ചു. ശ്വാസം വിലങ്ങി തുടങ്ങിയതും മനസ്സില്ലാ മനസ്സോളം മിത്ര ഡെബിയുടെ അതിരങ്ങളെ മോചിപ്പിച്ചതും ഡെബി മിഴികൾ തുറന്ന് അവളെ നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചു നിന്നു. പറഞ്ഞ അനുസരിക്കത്തില്ല അല്ലേ കൊച്ചേ? മിത്രയുടെ ചുണ്ട് പെരുവിരൽ കൊണ്ട് തുടച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര അവൻ്റെ മൂക്കിൻ തുമ്പിൽ പല്ലുകളായി. ആക്കിയുള്ളൊരു ചുമ പോലെയുള്ള മൂളൽ കേട്ടതും മിത്ര തിരിഞ്ഞു നോക്കിയതും വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഡാനിയെ കണ്ടതും മിത്രയൊന്ന് ഞെട്ടി. പിന്നെ ഡെബിയെ നോക്കിയപ്പോൾ ഡാനിയെ കണ്ട് വിളറി നിൽക്കുന്ന അവനെ കണ്ടതും വേഗം തന്നെ പെപ്പളത്തോടെ മിത്ര ഡെബിയുടെ ബനിയൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നു. സ്ലാബിൽ എന്തൊക്കെയോ തിരയുന്നത് പോലെ കാണിച്ച് ഡാനിക്ക് മുഖം കൊടുക്കാതെ അവൾ ചമ്മലും മറച്ചു നിന്നു. ചേട്ടായി, അടുപ്പത്തിരിക്കുന്ന കരിഞ്ഞു മണക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഡെബിയെ നോക്കി അത്രമാത്രം പറഞ്ഞ് ഡാനി ബ്രഷ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയതും മിത്ര ആശ്വാസത്തിൽ ശ്വാസം വലിച്ചു വിട്ട് കടക്കണ്ണിട്ട് ഡെബിയെ നോക്കിയതും തന്നെ നോക്കി കണ്ണെടുത്തവനെ കണ്ട് മിത്ര താനീ നാട്ടുകാരിയല്ലെന്ന ഭാവത്തിൽ സ്ലാബിൽ വെച്ചിരുന്ന പച്ചക്കറികൾ കഴുകിയെടുക്കാൻ തുടങ്ങി. ഡാനി ബ്രഷ് ചെയ്തും മുഖവും കഴുകി വന്നതും മിത്ര അവനെ നോക്കാനാകാതെ ചമ്മലോടെ കഴുകി വെച്ച പച്ചക്കറികൾ അരിയുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചതും അവളുടെ ഭാവം കണ്ട് അടക്കി ചിരിച്ച് കറിക്ക് വേണ്ടി സ്ലാബിലെടുത്ത് വെച്ചിരുന്ന നാളികേരം ചിരകാൻ തുടങ്ങി. ഇടയ്ക്ക് മിത്രവനെ കടക്കണ്ടെന്ന് നോക്കി. മിത്രയുടെ നോട്ടം പറഞ്ഞെന്ന പോലെ ഡാനി അവളെ നോക്കി പുരികം പൊക്കി. നിനക്ക് ചായ എടുക്കട്ടെ ഡാനി? അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും മിത്ര അവനോടായി ചോദിച്ചു. ഇപ്പൊ വേണ്ട ചേട്ടത്തി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനോട് കഴിച്ചോളാം. ഡാനി പറഞ്ഞത് കേട്ടതും മിത്ര ശരിയെന്ന രീതിയിൽ തലയാട്ടി. കുഞ്ഞൂടിന് എണീറ്റില്ലടാ ഡാനി? ഡേവിഡ് ഇല്ലാത്ത ഗൗരവമൊക്കെ വരുത്തിക്കൊണ്ട് ഡാനിയോടായി ചോദിച്ചു. ഇല്ല ചേട്ടായി, അവൻ ഉറക്ക. നിനക്ക് പിടിച്ചൂടായിരുന്നോ? പോയി എണീപ്പിക്ക് ഡാനി അവനെ, ഇല്ലേ ഉച്ചവരെയും കിടന്നുറങ്ങുവൻ. ഡാനി പറഞ്ഞത് കേട്ട് ദോഷം ചുട്ടുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. വേണ്ട, അവൻ കിടന്നുറങ്ങിക്കോട്ടെ. ഇനി ക്ലാസ്സൊക്കെ തുടങ്ങിയാൽ ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ ഉറക്കം തീരുന്നത് വരെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യാൻ പോകണ്ട. ഡേവിഡ് പറഞ്ഞത് കേട്ട് തേങ്ങ ചിരിക്കുന്നത് നിർത്തി പോകാൻ നിന്ന ഡാനിയെ തടഞ്ഞ് മിത്ര വേഗം പറഞ്ഞതും ഡാനി അവിടെ തന്നെ നിന്നു. 3 പേരും കൂടി ഏകദേശം ജോലിയൊക്കെ തീർത്തു. ഇടയ്ക്ക് ഐസക്ക് വന്നെങ്കിലും അപ്പച്ചനെ ജോലി ചെയ്യാൻ അവർ അനുവദിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായതും മിത്രയും ഡാനിയും കൂടി ഉണ്ടാക്കിയതെല്ലാം കിച്ചണിലുള്ള ടേബിളിലേക്ക് എടുത്തു വെച്ചു. ചേട്ടത്തി, ഞാനവനെ പോയി വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് ഡാനി പോയതും മിത്ര തന്നെ മുഖത്ത് നോക്കാൻ നിൽക്കുന്ന ഡെബിക്ക് അരികിലേക്ക് ചെന്നു. എന്താ? തൻ്റെ അരികിൽ വന്നു നിൽക്കുന്നവളെ കണ്ട് ചോറ് വാർക്കാൻ വെച്ചുകൊണ്ട് ഡെബി സംശയത്തിൽ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്റ്റിൽ ഐ ലവ് യു ചായ? ഡെബിയുടെ കവളിൽ അമർത്തി പല്ലുകളായെത്തി അവളെ നിന്ന് അമർത്തി ചുംബിച്ച് അതും പറഞ്ഞ് മിത്ര അവൻ്റെ അരികിൽ നിന്ന് ഓടിപ്പോയതും കവളിൽ കൈവച്ച് ചെറു ചിരിയോടെ ഡേവിഡ് അവൾ പോയ വഴിയെ നോക്കി നിന്നു. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഹാളിൽ TV കണ്ടിരിക്കുകയാണ് മിത്രയും ഡാനിയും കുഞ്ഞുണ്ണും. അവരുടെ അടുത്തായുള്ള സെറ്റിയിലിരുന്ന് അപ്പച്ചൻ ന്യൂസ് പേപ്പർ നോക്കുന്നുണ്ട്. നീ ഇതെങ്ങോട്ടാ ഡെബി? പുറത്തു പോകാൻ തയ്യാറായി വരുന്ന ഡെബിയെ നോക്കിക്കൊണ്ട് അപ്പച്ചൻ ചോദിച്ചു. ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകണം അപ്പച്ച. ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് അപ്പച്ചൻ്റെ അടുത്തായി സെറ്റിയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഡെബിയുടെ ശബ്ദം കേട്ടതും മിത്ര TV-യിൽ നിന്ന് നോട്ടം മാറ്റി ഡെബിയെ നോക്കി. ആ നിമിഷം തന്നെ അവനും അവളെ നോക്കിയതും മിത്ര ഡെബിയെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ചതും ഡെബി വെപ്രാളത്തോട് അവളിൽ നിന്നും മുഖം തിരിച്ചിരുന്നതും മിത്ര വന്ന ചിരിക്ക് അടിച്ചു പിടിച്ചിരുന്നു. എല്ലാ ദിവസവും ഹോട്ടലിടാ നിനക്ക്? ഒരു ഞായറാഴ്ചയെങ്കിലും നിനക്ക് വീട്ടിലിരുന്നൂടെ? കയ്യിലുള്ള പത്രം മടക്കി വെച്ച് ഐസക്ക് ഡെബിയോടായി ചോദിച്ചു. വീട്ടിലിരുന്നാൽ ശരിയാകത്തില്ല പച്ച, ഉടനെ ഇവനെ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കണ്ടേ? മിത്രയുടെ അടുത്തായിരുന്ന് TV കാണുന്ന കുഞ്ഞൂട്ടിനെ നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. അതിന് റിസൾട്ട് വന്നില്ലല്ലോ ഡെബി. റിസൾട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല പച്ച കോച്ചിങ്ങിന് പോകാൻ. പിന്നെ ഇവന് ഫുൾ മാർക്കും ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഐസക്ക് കുഞ്ഞൂട്ടനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞൂട്ടൻ വേഗം മിത്രയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അല്ല,
കോച്ചിങ്ങിന് എവിടെ ചേർത്താനാ നീ ഉദ്ദേശിക്കുന്നത് ഡെവി? കുഞ്ഞൂട്ടനിൽ നിന്ന് നോട്ടം മാറ്റി ഡെവിയെ നോക്കിക്കൊണ്ട് ഐസക്ക് ചോദിച്ചു. കോഴിക്കോട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനൊക്കെ അവിടെയാണ് പഠിച്ചിരുന്നത്. അന്വേഷിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. അപ്പന് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞു. അല്ല മോനെ, കോഴിക്കോടൊക്കെ നല്ല ദൂരല്ലേ? ഇവിടുന്ന് പോയി വരാനൊക്കെ നല്ല ദൂരല്ലേടാ. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഹോസ്റ്റലുണ്ട്. സ്ട്രിക്റ്റാണ്, ഫോണൊന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ ഉഴപ്പി പോകുന്ന പേടിയും വേണ്ട. ഐസക്കിന് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് കുഞ്ഞൂട്ടനും ഇത്രയൊന്നും ഞെട്ടി. വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കത്തില്ല. മിത്രയുടെ മടിയിൽ തലവെച്ച് കിടന്ന കുഞ്ഞൂട്ടൻ ചാടി എണീറ്റിക്കൊണ്ട് പറഞ്ഞു. അതെന്താ നിനക്ക്? നിന്നെ പോലെ വേറെയും കുട്ടികളുണ്ടാകില്ല അവിടെ? എനിക്ക് പറ്റില്ല, ഞാൻ പോകില്ല. ഞാനിവിടെ നിന്നോളാം. അതുമല്ല, അവിടേക്ക് പോയി പഠിക്കാൻ ലക്ഷ്യങ്ങൾ വേണം. നമുക്ക് അതിനുള്ള ശേഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ നിന്നോളാം. കുഞ്ഞുട്ടൻ ഡെവിയെ അന്വയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കാശിൻ്റെ കാര്യം തൊട്ട് നീ സങ്കടപ്പെടണ്ട. നീ പഠിത്തത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. വേണ്ട ചേട്ടായി, എനിക്ക് പോകണ്ട. എനിക്ക് നിങ്ങളൊന്നും കാണാൻ നിൽക്കാൻ ഒക്കത്തില്ല. ഡെവി പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ വിഷമത്തിൽ പറഞ്ഞു. ഇങ്ങനെയല്ലടാ കാണാതെ നിന്ന് പരിചയമൊക്കെ ആകുന്നത്. അപ്പച്ചന് കൂടി ഡെവിയുടെ ഭാഗം നിന്ന് പറഞ്ഞത് സങ്കടം കാരണം കുഞ്ഞുട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞതും മിത്ര അവനെ ചേർത്ത് പിടിച്ച് ഡെവിയെ കൂർപ്പിച്ച് നോക്കി. ചേട്ടായി, ഇവിടെ തന്നെ ഇല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിലേതെങ്കിലും പോരെ? കണ്ടാൽ കീരിയും പാമ്പും ആണെങ്കിലും അവനെ കാണാൻ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡാനി ഡെബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പോരാ, നല്ല കോമ്പറ്റീഷൻ വരും. അതിൽ നിന്ന് കിട്ടണമെങ്കിൽ നന്നായി പഠിക്കണം. എന്തിനാ ചായ? അവന് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധിച്ച് എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കണേ? കുഞ്ഞുട്ടിൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും അവൻ്റെ കണ്ണീര് തുടച്ചു കൊടുത്ത് അവനെ കരയിപ്പിച്ച് ഈർഷ്യയിൽ ഡെവിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. അപ്പനെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, നീ ഇവൻ്റെ നല്ലതിനു വേണ്ടിയല്ലേ എന്തും ചെയ്യും. അതുകൊണ്ട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ഡെവിയെ നോക്കി അപ്പച്ചൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി ഇവന് വേണ്ടി ആരും സംസാരിക്കണമെന്നില്ല. എല്ലാം ഞാൻ തീരുമാനിച്ചു. നാളെ തന്നെ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പാ, ഞാൻ ഇറങ്ങാം. സെറ്റിയിലിരിക്കുന്ന മൂവരെയും നോക്കി ഡേവിഡ് പറഞ്ഞ് അവസാനിപ്പിച്ച അപ്പനോടായി യാത്ര പറഞ്ഞ് ഡെവി പുറത്തേക്ക് പോയി. അപ്പച്ചന് വേണ്ടെന്ന് പറഞ്ഞൂടെ? കുഞ്ഞൂട്ടിനെ നോക്കി ഡാനി അപ്പച്ചനോട് പറഞ്ഞു. അതെ, അപ്പച്ചൻ എതിർത്ത് പറഞ്ഞെങ്കിൽ ഈച്ചാൻ ഈ തീരുമാനം മാറ്റിയായിരുന്നു. കരയുന്ന കുഞ്ഞൂട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടും ഇത്രയും പറഞ്ഞു. ഇവൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ മക്കളെ. പിന്നെ അവനെടുത്ത തീരുമാനം മാറ്റണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം. അതുകൊണ്ട് ഇനി അവൻ പറഞ്ഞത് അനുസരിക്കുക, അത്ര തന്നെ. അത് പറഞ്ഞ് ഐസക്ക് അകത്തേക്ക് പോയി. ചേട്ടത്തി, എനിക്ക് പോകണ്ട ചേട്ടത്തി. ചേട്ടായിട്ടൊന്ന് പറ, നിങ്ങളൊന്നും കാണാൻ എനിക്ക് പറ്റത്തില്ല. മിത്രയെ ഇറുകപ്പെടുന്ന തേങ്ങിക്കരഞ്ഞുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞതും മിത്രയും ഡാനിയും അവനെ വിഷമത്തോടെ നോക്കിയിരുന്നു. നീ ഇങ്ങനെ കരയില്ലട കുഞ്ഞൂട്ടാ. എൻ്റെ ഈ ചെറുക്കനെ എങ്ങോട്ടും വിടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ചേട്ടായിയുടെ തീരുമാനേ നമുക്ക് മാറ്റിക്കാം. നീ അതോർത്ത് ഇങ്ങനെ കരയല്ലേ? മിത്ര കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശരിയാ, ചേട്ടത്തി പറഞ്ഞ ചേട്ടായി അനുസരിക്കും. ചേട്ടത്തി തന്നെ പറഞ്ഞാൽ മതി. ഡാനി പറഞ്ഞത് കേട്ടതും മിത്രയൊന്ന് ഞെട്ടി. ഞാനോ? നിങ്ങളും കൂടി വേണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചാലൊന്നും നിങ്ങളുടെ ചേട്ടായി കേൾക്കത്തില്ല. ചേട്ടത്തിക്ക് തോന്നുന്നതാ. ചേട്ടത്തി പറഞ്ഞാൽ കേൾക്കും. പ്ലീസ് ചേട്ടത്തി, എനിക്ക് പോകണ്ട. കുഞ്ഞൂട്ടൻ കൂടി പറഞ്ഞത് മിത്ര സമ്മതം മൂടി. ഇനി വിളിച്ചു നോക്കി ചേട്ടത്തി. ചേട്ടായി ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കാണും. കുറച്ച് സമയം കഴിഞ്ഞതും മിത്ര ഡാനിയുടെയും കുഞ്ഞൂട്ടിന്റെയും നിർബന്ധത്തിൽ തെല്ലൊരു ആശങ്കയോടെ ഫോണെടുത്ത് ഡെവിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഇച്ചായ, തിരക്കിലാണോ? അല്ല, എന്നതാ ദേവാ? അത് പിന്നെ ഇച്ചായ, കുഞ്ഞൂട്ടൻ്റെ കാര്യമാണ് പറയാൻ വരുന്നതെങ്കിൽ കേൾക്കണ്ട. എടുത്ത തീരുമാനത്തിൽ മാറ്റില്ല. വേറെന്തെങ്കിലും പറയാനുണ്ടോ? പറ കൊച്ചേ. വേറൊന്നുമില്ല. ഡേവിഡ് പറഞ്ഞു കേട്ട് മിത്ര കെറുവോടെ പറഞ്ഞു. എന്നാ ശരി, പിന്നെ വിളിക്കാം. അത് പറഞ്ഞ് ഡെവി വേഗം ഫോൺ കട്ട് ചെയ്തതും മിത്ര നിരാശയോടെ ഡാനിയെയും കുഞ്ഞൂട്ടിനെയും നോക്കി. ഫോൺ സ്പീക്കറിൽ ഇട്ടത് കൊണ്ട് തന്നെ ഡേവിഡ് പറഞ്ഞവർ കേട്ടിരുന്നു. നീ സങ്കടപ്പെടേണ്ട കുഞ്ഞൂട്ടാ. നിന്റെ ഇച്ഛാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ സംസാരിക്കാം. പേടിക്കണ്ട, നീ ഇവിടെ തന്നെ ഉണ്ടാകും. വീണ്ടും കരയാൻ പുറപ്പെടുന്ന കുഞ്ഞൂട്ടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിത്ര പറഞ്ഞതും അവന് തെല്ലൊരു ആശ്വാസം തോന്നി. മാഷേ, വീട്ടിലെ സകല പണിയും തീർത്ത് കുളിച്ച് ഫ്രഷായി വന്ന് ബെഡിലിരുന്ന് ഫോൺ നോക്കിയാണ് ധ്യാനം. അപ്പോഴാണ് ഒരു ആപ്പിളും കടിച്ച് മാഷേന്ന് ഉച്ചത്തിൽ വിളിച്ച്
രാധ അവൻക്ക് അരികിലേക്ക് വന്നിരുന്നത്. ആ എന്താ രാധു, എന്തിനു ബുദ്ധിമുട്ടുണ്ടോ? രാധവിന്റെ ക്ഷീണിച്ച മുഖത്ത് തഴുകി ആദിയോടെ ധ്യാൻ ചോദിച്ചു. എൻ്റെ മാഷെ, എനിക്കൊരു കുഴപ്പമില്ല. ധ്യാനോട് ചേർന്നിരുന്നു കൊണ്ട് രാധ പറഞ്ഞു. നീ കാറി കൂവിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി. രാധവിനെ ചേർത്ത് പിടിച്ച് അവളെ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു. ഞാൻ മാഷ എവിടെയെന്ന് അറിയാൻ വിളിച്ചതാ. ഇങ്ങനെ വിളിക്കല്ലെൻ്റെ രാധുവേ, നിന്റെ വയലിൽ എന്നെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലേ എൻ്റെ നെഞ്ചിൽ തീയ. അതൊന്നും പറഞ്ഞ് ആർക്കും മനസ്സിലാകില്ല. രാധവിന്റെ വയറിൽ കൈവച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞു. എപ്പോഴും എൻ്റെ കുഞ്ഞെന്ന് പറയണമെന്നില്ല. മാഷിന്റെ മാത്രമല്ല, ഇത് എൻ്റെയും കൂടെ കുഞ്ഞാ. വലത് കൈയിലെ ആപ്പിൾ കടിച്ച് ഇടത് കൈ കൊണ്ട് വയറിൽ തഴുകിക്കൊണ്ട് രാധ പറഞ്ഞു. അയ്യടി കുശുമ്പി, ഇത് എൻ്റെ കുഞ്ഞാ. വെറുതെ ഒന്നും കിട്ടിയതല്ലല്ലോ നിനക്ക്. ഞാൻ നന്നായി കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ. അപ്പം ഇത് എൻ്റെ കുഞ്ഞ്. രാധവിന്റെ ടോപ്പ് പൊക്കി അവളുടെ നഗ്നമായ വയറിൽ തഴുകി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ധ്യാൻ പറഞ്ഞതും രാധവന്റെ കയ്യിലൊന്ന് പിച്ചു. ഞാനും കഷ്ടപ്പെട്ട് തന്നെയാണ് അത് കിട്ടിയത്, അല്ലാതെ നിങ്ങളൊറ്റയ്ക്ക് കഷ്ടപ്പെട്ടൊന്നും അല്ല. ധ്യാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ട് കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. രാധവിന്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ധ്യാൻ പറഞ്ഞതും രാധ ഒന്ന് പുഞ്ചിരിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു.